അമ്പലത്തിൻ്റെ ഉൾഭാഗം. നട ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഹിമവത് ഗോപാൽസ്വാമി ഹിൽസ്, അതായത് ഗോപാൽസ്വാമി ഹിൽസ് കർണാടകയിലെ ഗുണ്ടൽപേട്ട ജില്ലയിലുള്ള ഗോപാൽ ഹിൽസിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. 1315 AD 1315 ചോള രാജാക്കന്മാർ നിർമ്മിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമൊക്കെ നിങ്ങൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ അമ്പലം കാണാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ യാത്ര. നമ്മളെ വയനാട് വഴി, വയനാട് നിന്ന് മുത്തങ്ങ വനം താണ്ടി കർണാടകൻ ഗ്രാമങ്ങളിലൂടെയാണ് നമ്മുടെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 80കളിലൊക്കെ വീഡിയോയിൽ കണ്ട് പരിചയമുള്ള കേരളം ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പ് ഗ്രാമങ്ങളിലൂടെയാണ് നമ്മൾ ഈ യാത്ര പോകുന്നത്. മലബാർ മേഖലയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് വന്ന് കണ്ടു പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണിത്. ഇവിടെ ഈ പോകുന്ന വഴിക്ക് മുഴുവൻ കൃഷികളാണ്. നമ്മുടെ നാട്ടിൽ കാണാത്ത പല കൃഷികളുണ്ട്. നമ്മുടെ നാട്ടിൽ കാണാത്ത പലതരം കൃഷികൾ, കോളിഫ്ലവർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച കണ്ട് നിർത്തിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, നമ്മുടെ നാട്ടിൽ കേരളത്തിൻ്റെ ഒരു 80കളും 70കളൊക്കെ നമുക്ക് ഇവിടെ ഈ കർണാടകൻ ഗ്രാമങ്ങളിൽ വന്നാൽ കാണാൻ പറ്റുന്നു. പക്ഷേ ഒരു കാളവണ്ടി, ഒരു ആൽമരമൊക്കെ ആയിട്ട് അടിപൊളി ഒരു വൈബ് സ്ഥലം. അപ്പോൾ നമുക്ക് സമയം കൂടുതലില്ല. 3 മണിയാകുമ്പോഴേക്ക് ഗോപാൽസ്വാമി ഹിൽസിൽ എത്തണം. അപ്പോൾ സമയം ഇപ്പോൾ തന്നെ 2:30 കഴിഞ്ഞു അല്ലേ? അതെ. അപ്പോൾ നേരെ വിടാം. നമ്മളങ്ങനെ ഹിമവത് ഗോപാൽസ്വാമി ഹിൽസിൻ്റെ താഴ്വാരത്തെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ബസ് കുടുങ്ങി, ഇവിടുന്ന് ബസ്സിൽ വേണം, ഇവരുടെ ബസ്സിൽ വേണം നമുക്ക് മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ബസ് അവിടെ റെഡിയാണ്, പോയി നോക്കാം. ഇവിടെ നിന്നാണ് ടിക്കറ്റ്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറുവാണ്. ഒരാൾക്ക് 60 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ്. നമുക്ക് പോകാനുള്ള ബസ് വന്നു. മണിക്കാണ് ഗോപാൽസ്വാമി ഹിൽസിലേക്കുള്ള അവസാനത്തെ ബസ്സും ഇവിടുത്തെ കർണാടക KSRTC ബസ്സാണ് അതെടുക്കുക. അപ്പോൾ ആ ബസ്സിലാണുള്ളത്. 10-20 മിനിറ്റ് എടുക്കുമെന്നാണ് പറഞ്ഞത്. ഏതായാലും തുടങ്ങിയിട്ടില്ല, കാമണിക്കൂറോടെ ഉണ്ട് 4 മണിയാവാൻ വേണ്ടിയിട്ട്. പോകുന്തോറും നല്ല അടിപൊളി കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. നല്ല താഴ്വാരങ്ങളും അങ്ങനെ അറ്റത്തുള്ള മലകളും ഒക്കെ ആയിട്ട് അടിപൊളി വ്യൂ ആണ്. രക്ഷയിലൊക്കെ അടിപൊളി കാഴ്ചകളാണ്.
അങ്ങനെ ഗോപാൽസ്വാമി ഹിൽസിൻ്റെ തൊട്ട് താഴെ ഈ കാണുന്നതാണ് ഗോപാൽസ്വാമി ഹിൽസ് ക്ഷേത്രം. അങ്ങനെ ചെരുപ്പ് അഴിച്ചു വെച്ചിട്ട് നമ്മൾ ഗോപാൽസ്വാമി ഹിൽസിലോട്ട് അങ്ങനെ നടന്ന് കയറുവാണ്. നമ്മൾ നേരത്തെ കണ്ട ആനയില്ലേ, ആന അവിടെ ഉണ്ട്. ആനനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ആദ്യം ആനയെ കാണാം. അതേ ആശാൻ അവിടെ ഉണ്ട്. ആ ആനതേ അവിടെ ഉണ്ട്. അവിടെ 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 കണ്ടോ, ഇങ്ങ് വരുന്നില്ല. ഒരു ആന അവിടെ ഉണ്ട്, പതിയെ നടന്ന് വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ആളുകൾ കൂടി നിന്നുകൊണ്ട് അതിന് വരാനൊരു മടിയാണ്. നല്ല അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ. അതാണ് ഇവിടെ വന്നതിന് ശേഷം ഭയങ്കര ഫുൾ പ്രകൃതിയും ഒരു മലൻ്റെ മുകളിൽ ചുറ്റും ഇതേപോലെയുള്ള പച്ചപ്പൊക്കെ ആയിട്ട് അടിപൊളി ആംബിയൻസ്. ആ കൂട്ടത്തിൽ നമുക്ക് കണ്ണിൻ്റെ മുമ്പ് തന്നെ ഒരു ആലയും. ഇത് ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആനയാണെന്നാണ് പറയുന്നത്. നല്ല കൊമ്പുകൾ കാട്ടാൻ തന്നെയാണ് സാധനം. അത് മാത്രമല്ല പന്നിയുണ്ട്. ഈ ആന ഇവിടുത്തെ സ്ഥിരം അന്തേവാസിയാണെന്നാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ ഇവിടുത്തെ കാവലോ അങ്ങനെ എന്തൊക്കെയോ ഐതിഹ്യങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഡീറ്റെയിലായിട്ടൊന്നും അറിയില്ല, അങ്ങനെ പറഞ്ഞു കേട്ടെന്ന് മാത്രം. സത്യം പറഞ്ഞാൽ ഗോപാൽസ്വാമി ഹിൽസിലെ ഈ ടെമ്പിൾ കാണാൻ വേണ്ടി വന്നിട്ട് ആനനെ കാണാൻ വേണ്ടി മാത്രമായിട്ട് നിൽക്കുക എന്നുള്ള കുളത്തിലായിട്ട്. ഇവിടെ വന്നത് ഇങ്ങോട്ടുള്ള ലാസ്റ്റ് ബസ്സിലാണ് 4 മണിൻ്റെ. അപ്പോൾ ഇപ്പോൾ തന്നെ തിരിച്ചിറങ്ങണം. കാരണം ആ ബസ് തിരിച്ചിറങ്ങുന്ന സമയത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നടന്ന് താഴെ ഇറങ്ങേണ്ടി വരും. സോ അങ്ങനെ നടക്കുകയാണ്. പക്ഷേ ഒരിക്കൽ കൂടെ ഇവിടെ വരും. കാരണം ഇവിടുത്തെ ആംബിയൻസ് എനിക്ക് ഭീകരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ എന്തായാലും ഒരു രാവിലെ വന്ന് വൈകുന്നേരം വരെ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ മാത്രമുള്ള അത് ഭയങ്കര സ്വസ്ഥമായിട്ടൊരു അന്തരീക്ഷമാണ് ഇവിടെ. ഈ ഒരു അമ്പലവും ഇതിൻ്റെ ചുറ്റുമുള്ള മലകളും അതേപോലെ ഇവിടുത്തെ വിരുന്നുകാരനായി വരുന്ന ആ ആനയും ഒക്കെ ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ്. സോ എന്തായാലും ഒരു തവണ കൂടി ഇങ്ങോട്ട് വരണം. ബസ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകാനൊന്നും തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് ഈ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. ഇറങ്ങില്ലാതെ വേറെ വകുപ്പില്ലല്ലോ. ഒട്ടും പ്ലാൻ ചെയ്യാതെയാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. അതിൻ്റേതായിട്ടുള്ള പ്രശ്നമാണ്. നമുക്ക് തീരെ സമയമില്ലാതെ പോയി. ഇവിടെ 4 മണിക്കാണ് ലാസ്റ്റ് ബസ്. അത് 5 മണിയാകുമ്പോഴേക്ക് തിരിച്ചിറങ്ങുന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ബസ് ഫുള്ളാണ്. ഇവിടെ എത്രയോ പേര് ഇനിയും കയറാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് ചെയ്യുന്നൊരു ഐഡിയ ഇല്ല. ആ ബസ്സിൽ ആൾ ഫുള്ളായതുകൊണ്ട് വേറൊരു ബസ്സും കൂടി ഇങ്ങോട്ട് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ വീണ്ടും അവിടെ ആനയുടെ അടുത്തേക്ക് വന്നായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് വരുവാണല്ലോ ഇഷ്ടം. നമ്മളങ്ങോട്ട് പോകണോ? എനിക്ക് പേടിയാവുന്നുണ്ട്.
അവിടെ നിന്നു ഞങ്ങൾക്ക്. പിന്നെ ഇവിടെ വനംവകുപ്പൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ട്, വലിയ സീനില്ല. ഈ അമ്പലത്തെപ്പറ്റി പറയുന്ന സമയത്ത് AD 1315 ഈ അമ്പലം നിർമ്മിച്ചിട്ടുള്ളത്. എന്താ കിങ് ചോളബല്ലല, ചോള വംശത്തിൽപ്പെട്ട ചോളബല്ലല എന്ന് പറഞ്ഞ രാജാവാണ് നിർമ്മിച്ചിട്ടുള്ളതാണ് ആസ് പെർ വിക്കിപീഡിയ. പിന്നീടത് മറ്റേ വൊഡയാർ ഡൈനാസ്റ്റിയിൽ വൊഡയാർ രാജവംശം അവർ ഏറ്റെടുക്കാനുണ്ടായത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഗോപാലസ്വാമി അഥവാ കൃഷ്ണൻ്റെ മറ്റൊരു പേരാണ്, ശ്രീകൃഷ്ണൻ്റെ മറ്റൊരു പേരാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഭയങ്കര പീസ്ഫുൾ. ആരാണ് പോണ എന്നെ പോണു. ഇതാണ് ഈ അമ്പലത്തിൻ്റെ ഉൾഭാഗം. നട ഇപ്പം ക്ലോസ്ഡ് ആണ്. ഇവിടെ ഓരോ ചവിട്ടടി വെക്കുമ്പോൾ നല്ല തണുപ്പുണ്ട്. ആനന്ദ ആനപ്പുറത്തുണ്ടല്ലേ. സമയം എത്രയായി? 5 മണി കഴിഞ്ഞു. സെറ്റായിരുന്നു. ബസ് വരുന്നുണ്ട്. അപ്പം ഇനി ഇവിടുന്ന് ഇറങ്ങുവാണ്. ആ ബസ്സോട് പോയാൽ ഇനി ഒന്നും നടക്കൂല. ഒന്നും കൂടെ കണ്ടു കളയാം അമ്പലം. സോ അങ്ങനെ ഹിമവത് ഗോപാൽസ്വാമി ഹിൽസിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. നേരത്തെ ഇപ്പോൾ ഒരു വട്ടം ഇറങ്ങി പിന്നെയും കയറിയതാണ്. സോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഒരു വട്ടം കൂടി ഇവിടെ എന്തായാലും വരണം. കാരണം അത്രയ്ക്ക് പീസ്ഫുൾ ആംബിയൻസ് ആണ് ഇവിടെ. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇനി എന്തെങ്കിലും കാഴ്ച ഉണ്ടെങ്കിൽ മാത്രം വീഡിയോ നീളം കൂടും. സോ